ബീഹാറിലെ ബഹുസ്വരായ് ജില്ലയിലെ മുസഹാരി ഗ്രാമത്തിൽ നിന്നും ഖുഷ്ബു എന്ന 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കാണാതാവുകയാണ്. ആ അന്വേഷണം ചെന്ന് അവസാനിച്ചതാകട്ടെ 8 വയസ്സുകാരനായ ഒരാൺകുട്ടിയിലും. അവിടെ നിന്നുമാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ അമർജിത് സദയുടെ കൊലപാതക പരമ്പര പുറം ലോകമറിയുന്നത്. കൊലപാതകത്തിന് ഹരം കണ്ടെത്തിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ അമർജിത് സദയുടെ കഥ ഇങ്ങനെയാണ്. ദരിദ്രരായ ബലറാമിനും ഭാര്യ പാറുളിനും കാത്തിരിപ്പുകൾക്കൊടുവിൽ ഒരു ആൺകുഞ്ഞ് ജനിക്കുകയാണ്. അവർ അവനെ അമർജിത്ത് എന്ന് പേരിട്ടു. മറ്റേതൊരു കുട്ടിയെയും പോലെ അമർജിത്തും വളരുകയായിരുന്നു. കളിച്ചും ചിരിച്ചും വളരുകയായിരുന്നു. എന്നാൽ വളരും തോറും അമർജിത്തിന്റെ സംസാരവും കളിയും ചിരിയുമെല്ലാം പാടെ കുറയുകയായിരുന്നു. 7 വയസ്സായപ്പോഴേക്കും ആരോടും മിണ്ടാത്ത പ്രകൃതക്കാരനായി മാറി അമർജിത് സദ. ഒപ്പം കൊച്ചു കൊച്ചു മോഷണങ്ങളും അവൻ ശീലമാക്കി. കൊന്നോ എന്ന ചോദ്യത്തിന് അവൻ മറുപടിയും നൽകി. പാറുളിന്റെ ചീത്തവിളി കേട്ട് തൊട്ടടുത്ത അയൽക്കാരും ബന്ധുക്കളും എത്തി. മകന്റെ കർണത്ത് ആഞ്ഞടിച്ചുകൊണ്ട് ബൽറാം ചോദിച്ചു, എന്തിനാണ് നീ ഇത് ചെയ്തത്? വെറുതെ എന്ന് മറുപടിയും നൽകി. ഈ വിവരം പോലീസിൽ അറിയിക്കാൻ അമർജിത്തിന്റെ മാതാപിതാക്കളോട് അയൽവാസികൾ ആവശ്യപ്പെട്ടു. എന്നാൽ തന്റെ മകന്റെ ഭാവി നശിക്കുമെന്നും സംഭവം ആരും അറിയരുതെന്നും അമർജിത്തിന്റെ മാതാപിതാക്കൾ അയൽവാസികളോടും ബന്ധുക്കളോടും കേണപേക്ഷിക്കുകയായിരുന്നു. അങ്ങനെ അമർജിത്ത് എന്ന 8 വയസ്സുകാരന്റെ 2ാമത്തെ കൊലയും പുറം ലോകം അറിയാതെ പോയി. അമർജിത്തിന്റെ 3ാമത്തെ കൊലപാതകം ഗ്രാമത്തിലെ ചൂരൻചോൾ ദേവി എന്ന സ്ത്രീയുടെ മകളുടേതാണ്. കുഞ്ഞിനെ അടുത്തുള്ള പ്രൈമറി സ്കൂളിന്റെ വരാന്തയിൽ ഉറക്കിക്കിടത്തിയ ശേഷമാണ് ചൂൻചൂൻ ദേവി തന്റെ ജോലിയിൽ മുഴുകിയത്. തിരികെ വന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ല. യുവതിയുടെ നിലവിളി കേട്ട് നാട്ടുകാരിൽ ചിലരാണ് സംഭവ സ്ഥലത്ത് അമർജിത്തിനെ കണ്ട വിവരം പറയുന്നത്. കുഞ്ഞെവിടെ എന്നറിയാൻ അമർജിത്തിന്റെ വീട്ടിലെത്തി യുവതിയും നാട്ടുകാരും കണ്ടത് പൊട്ടിയ കാറുമായി കളിക്കുന്ന അമർജിത്തിനെയാണ്. കുഞ്ഞെവിടെ എന്ന ചോദ്യത്തിന് പതിവ് പോലെ ഞാൻ അവളെ കൊന്നു എന്ന മറുപടിയും നൽകി. കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്ന ശേഷം ഇഷ്ടിക കൊണ്ട് തലക്കടിച്ച് കുഴിച്ചിട്ട സ്ഥലവും അവൻ അവർക്ക് കാട്ടിക്കൊടുത്തു. ഇതോടെ നാട്ടുകാർ സംഭവം പോലീസിൽ അറിയിച്ചു. NL പോലീസ് ഇൻസ്പെക്ടറുമായ ശത്രുഘ്നൻ കുമാർ അമർജിത്തിനെ കുറ്റവാളിയായി കാണാൻ തയ്യാറായില്ല. പക്ഷേ അവന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞതോടെ കാര്യങ്ങൾ വ്യക്തമായി. അമർജിത്ത് കൊലപാതക വിവരങ്ങളും ഒരു കഥ പോലെ പോലീസിനോട് പറയുന്നുണ്ടായിരുന്നു. അതിന് ആ പോലീസ് ഇൻസ്പെക്ടർക്ക് ചെലവായത് 2 കൂട് ഹോർലിക്സ് ബിസ്ക്കറ്റും 1 ഗ്ലാസ് ചായയും മാത്രമാണ്. പ്രതിയെ കിട്ടിയെങ്കിലും അമർജിത്ത് എന്തിന് ഈ 3 കുഞ്ഞുങ്ങളെയും കൊന്നു എന്നതിന് കൃത്യമായ ഉത്തരം കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. മാനസിക വൈകല്യമാണ് അമർജിത്തിനെ ഇതിനെല്ലാം പ്രേരിപ്പിച്ചതെന്ന് പിന്നീട് ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച പഠനങ്ങളും നടക്കുകയുണ്ടായി. കേസ് അന്വേഷണത്തിനൊടുവിൽ അമർജിത്തിനെ കൊലക്കുറ്റം ചുമത്തി ജുവനൈൽ ഹോമിൽ വിചാരണ ചെയ്തു. ഒരു ദുർഗുണ പരിഹാര പാഠശാലയിൽ 3 വർഷം ചെലവിട്ട ശേഷം അമർജിത്ത് സ്വതന്ത്രനാക്കപ്പെട്ടു. മുംഗേറിലുള്ള ഒരു റിമാൻഡ് ഹോമിൽ 18 വയസ്സുവരെ അമർജിത്തിനെ പുറത്തുവിടാതെ താമസിപ്പിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ജനരോഷം ഭയന്നാകണം സർക്കാർ അവന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടില്ല. ഇന്ന് അമർജിത് സദ എന്ത് ചെയ്യുന്നു, എവിടെയാണ്, ഇതൊന്നും ആർക്കും അറിയില്ല. എന്തായാലും 8 വയസ്സിനുള്ളിൽ നടത്തിയ 3 കൊലപാതകങ്ങൾ കൊണ്ട് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലർ എന്ന വിശേഷണം ഇന്നും അമർജിത്തിന് മാത്രം സ്വന്തമാണ്.